എന്താണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾക്ക് പകരമായി ഇവർക്ക് വെക്കാനുള്ളത്? ഇവിടുത്തെ നാസ്തികരോ ലിബറലുകളോ ആയിട്ടുള്ള ആളുകൾ, അവരിൽ ഒരാൾ മരിച്ചാൽ ആ സമ്പത്ത് എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയോ? എന്താ പറയാ? മക്കൾ കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ? മക്കൾ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം മക്കൾ 18 വയസ്സായാൽ അവർ സ്വതന്ത്രമായ വ്യക്തികളാണ്, ഞങ്ങളുമായിട്ട് ബന്ധമില്ല. പിന്നെന്തു ചെയ്യും? മാതാപിതാക്കൾ കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ? എന്താ അവരുടെ നിലപാട്? മുട്ടത്തോടിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു വന്നാൽ കുഞ്ഞിന് മുട്ടത്തോടുമായി എന്തു ബന്ധം എന്നതുപോലെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന പിന്നെ മാതാവുമായിട്ട് എന്തിനാ ബന്ധമെന്ന് ചോദിക്കുന്ന ഈ ആളുകൾക്ക് ഇതിലെന്ത് നിയമം പറയാനുള്ളത്? മാത്രമല്ല, ഈ ആളുകളൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര സംഭവമായി പറയുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താ? പല രാജ്യങ്ങളിലും ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട്. മരിച്ചുപോയ മനുഷ്യന്റെ സമ്പത്തിന്റെ വലിയൊരു ശതമാനം ഗവൺമെന്റിലേക്കാണ് പോവുക. ഒരാൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കി അയാളുടെ ആശ്രിതരും അയാളുടെ പ്രിയപ്പെട്ടവർക്കും നൽകേണ്ട സമ്പത്ത് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലെ സമ്പൂർണവും നീതിപൂർണവുമായ ഒരു വ്യവസ്ഥിതിയെ, അത്ഭുതകരമായ ഒരു ശരീഅത്തിനെ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.